ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ബാക്ക് വിത്ത് അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ 1 ഓഫ് 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 13-ാം തീയതി തൊട്ട് 22-ാം തീയതി വരെയാണ്, ഏകദേശം ഒരു 10 ഡേയ്സ്. അപ്പോൾ നിങ്ങൾ ഈ ചലഞ്ചിനെ കുറിച്ച് ഇപ്പോഴാണ് കേൾക്കുന്നതെങ്കിൽ ഇന്ന് തൊട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇന്നോ നാളെയോ ആക്ച്വലി നൈറ്റ് ഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് യുവർ സൈൻ ടു സ്റ്റാർട്ട് സ്റ്റഡിയിങ് റദർ ദാൻ ഡിസ്ട്രാക്ടിങ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചലഞ്ചിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, അതേപോലെ തന്നെ ടു ഡു ലിസ്റ്റ് എഴുതിയ മാക്സിമം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ഒരുപാട് മണിക്കൂർ പഠിക്കുന്നതിനേക്കാളും അത്യാവശ്യം പഠിക്കുന്ന സമയം വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യം അന്നന്ന് പഠിക്കണം. ഇതിന് ഒരുപാട് ഗോൾസ് വെക്കുന്നുണ്ട്. ഈ ഒരു 10 ഡേയ്സ് എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നനുസരിച്ചായിരിക്കും ഈ ഒരു ചലഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ മിഡ് ടൈം ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചലഞ്ച് ഈ ഒരു വീക്കിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ടൂറാണ് നാളെ തൊട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 5-6 ദിവസം ഞങ്ങൾക്ക് ലീവാണ്, ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസം അതാണല്ലോ എല്ലാം. അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് ഏകദേശം ഒരു 5:30 ആയപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മണി 6:15 ഞാൻ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു ചലഞ്ച് രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡ്യൂ ടു സം റീസൺസ് അത് ചെയ്യാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ പഠിക്കാനിരിക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യം അന്ന് സുവോളജി പഠിച്ച ചാപ്റ്ററായിരുന്നു സ്കൂളിൽ പഠിപ്പിച്ച ചാപ്റ്ററായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ വിചാരിച്ചു അന്നന്ന് തന്നെ പഠിച്ചു പോയേക്കാം. കാരണം ബയോളജി എന്ന് പറഞ്ഞാൽ +1 പോലെ അത്ര ഈസി ഒന്നും അല്ല. കുറേ ടേംസ് നമുക്കിങ്ങനെ തലയിൽ നിൽക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് സുവോളജി ആയാലും ബോട്ടണി ആയാലും അത്യാവശ്യം അന്നന്ന് പഠിച്ചു പോകണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. നമുക്ക് നോക്കാം എത്രത്തോളം ഇതൊക്കെ എഫക്റ്റീവ് ആവുമെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സ് എക്സ്പെരിമെൻറ്റിൻ്റെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഫിസിക്സ് ലാബ് ഉണ്ട്. അതായത് ഇന്ന് ഞങ്ങൾക്ക് ഫിസിക്സ് ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നോക്കായിരുന്നു. മൊമെൻറ്റ് ബാർ 1 ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും വന്നില്ല. ആദ്യം ഞാൻ എജോപോർട്ടിനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കുറച്ച് സ്പീഡിലും കൂടെ വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വേറൊരു മിസ്സിൻ്റെ ക്ലാസ് കണ്ടു. ഞാൻ അത്ര ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും എങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് നല്ല ക്ലാസ് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം അതും നോക്കി ഞാൻ പിന്നെ നേരെ കയറി കിടക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നന്ന് പഠിക്കാം. നിങ്ങൾക്കത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. ചിലർ എന്താ വെച്ചാൽ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒട്ടും വന്ന് പഠിക്കാതെ പിറ്റേ ദിവസം രാവിലെ എണീറ്റായിരിക്കും പഠിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലർ രാത്രി മൊത്തം ഇരുന്നായിരിക്കും പഠിക്കുക. ചിലർ ഈ ഒരു സ്കൂളിൽ നിന്ന് വൈകുന്നേരം മാത്രമേ പഠിക്കുകയുള്ളൂ. രാത്രിയിൽ ഒത്തിരി താമസിച്ചിരിക്കില്ല, രാവിലെ ഒത്തിരി നേരത്തെ എണീക്കില്ല. എന്തായാലും നിങ്ങൾ മാക്സിമം ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അത്യാവശ്യം നന്നായി പഠിച്ചൊക്കെ തന്നെ പോവുക. കാരണം ഇതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഇനി വേറെ ടൈമില്ല. ആകെപ്പാടെ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഒരു 2 മാസം ഒരു 2.5 മാസം കൂടി ഉള്ളൂ നമ്മൾ സ്കൂളിൽ പോകുന്നത്. ഡിസംബറിൽ പിന്നെ എക്സാം ആയിട്ട് ഒരു 1-2 ആഴ്ച പോകും, ലീവായിരിക്കും, വെക്കേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിസംബർ കൂട്ടാൻ വേണ്ടിയിട്ടേ ഇല്ല. ഇനി ഒരു 2 മാസം കൂടി ഉള്ളൂ കറക്റ്റ് വരെ നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ടൈമും. അപ്പോൾ ഈ ടൈം നമ്മൾ പഠിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കാരണം ജനുവരി എന്ന് പറഞ്ഞാൽ ഫുൾ പ്രാക്ടിക്കലിന് വേണ്ടി പോകും. പ്രാക്ടിക്കൽസ് തീർക്കാൻ വേണ്ടിയിട്ടും പ്രാക്ടിക്കൽ എക്സാമിനും അതുമായിട്ടുള്ള പഠിത്തത്തിൽ ജനുവരി പോകും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ ചിലയിടത്ത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെയാണ് പ്രാക്ടിക്കൽ എക്സാം. അങ്ങനെയാണെങ്കിൽ ജനുവരിയും ഫെബ്രുവരിയും നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് പകുതി വരെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽ എക്സാം വരും. മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഫൈനൽ എക്സാം വരും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സമയം പോകും. അപ്പോൾ ഇനിയെങ്കിലും പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നല്ല പാടുപെടും അവസാനം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചു പൊക്കോളൂ. പിന്നെ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് കെമിസ്ട്രിയും മാത്സും സ്റ്റഡി ടിപ്സ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരുന്ന ടൈമിൽ മാക്സിമം എഴുതി തന്നെ പഠിക്കുക, അല്ലെങ്കിൽ നമുക്കത് ഓർമ്മയേ ഉണ്ടാവില്ല. പിന്നെ മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, പറ്റുന്നവർ NCERT കൂടെ സോൾവ് ചെയ്യുക. പിന്നെ മാത്സ് വരുമ്പോഴത്തേക്ക് മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതേപോലെ NCERT സോൾവ് ചെയ്യുക. NCERT നമ്മൾ മാക്സിമം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്സിൻ്റെ എക്സാമിന് നമുക്ക് അധികം പേടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ അനുസരിച്ചിരിക്കും എക്സാം എങ്ങനെയായിരിക്കും എന്ന്. കറൻ്റ്ലി ഐ എം അറ്റ് മൈ വെരി ലോ അക്കാഡമിക് ഫേസ്. അതുകൊണ്ട് തന്നെ ഇത് പറയാനുള്ള ഒരു യോഗ്യത എനിക്കുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്സിനെ കുറിച്ചൊന്നും ഇപ്പോൾ അധികം സംസാരിക്കാത്തത്. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി ചലഞ്ചൊക്കെ ചെയ്യുന്നത്, ടു അറ്റ്ലീസ്റ്റ് ഗെറ്റ് ബാക്ക് ഓൺ ദ ട്രാക്ക് ആൻഡ് ഗ്രൈൻഡ് ആൻഡ് ടു ഗെറ്റ് ദ ഓൾഡ് മീ ബാക്ക്.
എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ആൻഡ് സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.